2026 ഫസ്റ്റ് DIY ഒരു ക്യാൻവാസ് ആർട്ടാണ്. ചിത്രം വളരെ സിമ്പിളാണ്. ഇതാണ് കളർ കോമ്പിനേഷൻസ്. ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് ഫെവിക്രിൽ പെയിൻറ്റ്സ് ആണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അക്രൈലിക്കും യൂസ് ചെയ്യാം. പക്ഷേ ക്യാൻവാസിന് ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവരാണ്. പൊതുവേ സിമ്പിളായൊരു ചിത്രം വരയ്ക്കാമെന്ന് വിചാരിച്ചാൽ എൻ്റെ ഉള്ളിലേക്ക് വരിക പൂക്കളോ പൂമ്പാറ്റകളോ ആണ്. എത്ര കണ്ടാലും എനിക്കതും മടുക്കില്ല. ഞാനിവിടെ ചൂസ് ചെയ്തിരിക്കുന്ന കളറ് പർപ്പിളാണ്. ബ്ലൂവിൻ്റെയും വൈറ്റിൻ്റെയും കോംബോ. ബ്ലൂവിനും വൈറ്റിനും അവരുടെ കുടുംബക്കാർക്കും ഒരു പ്രത്യേകതയുണ്ട്. അവരൊക്കെ പോസിറ്റീവ് കളേഴ്സാണ്. എപ്പം നമ്മൾ ഈ ഫ്രെയിമിലേക്ക് നോക്കിയാലും നമുക്കൊരു പോസിറ്റിവിറ്റി തരും. കാരണം അതിനാണല്ലോ നമ്മളിതൊക്കെ വാളിൽ പ്ലേസ് ചെയ്യുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റിവിറ്റി കിട്ടേണ്ട സ്ഥലം നമ്മുടെ വീടാണ്. നമ്മൾ ചൂസ് ചെയ്യുന്ന വാൾ കളേഴ്സിനും വീട്ടിലുപയോഗിക്കുന്ന ഡെക്കോറിങ്സിനും കേർട്ടൻസിനും ബെഡ്ഷീറ്റ്സിനും ഒക്കെ അതിലൊരു വലിയ പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ എന്ത് ചെയ്യുമ്പോഴും ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കളേഴ്സ്, നിങ്ങൾക്ക് പോസിറ്റിവിറ്റി തരുന്ന കളേഴ്സ് ചൂസ് ചെയ്യണം. ഞാൻ വലിയ ആർട്ടിസ്റ്റൊന്നുമല്ല, എന്നാലും ഇടയ്ക്ക് ഞാനിതുപോലെ പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്യാറുണ്ട്. എൻ്റെ കഴിവിൻ്റെ പരമാവധി പെർഫെക്ഷൻ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. ഡീറ്റെയിലിങ്സ് ചെയ്യാറുണ്ട്. എല്ലാം കഴിഞ്ഞ അവസാനം ഇത് വാളിൽ ഹാങ് ചെയ്ത് ഞാൻ തന്നെ സ്വയം പറയും, അടിപൊളി. വീട്ടിലുള്ളവരോടൊക്കെ പറയിക്കും. പറഞ്ഞില്ലെങ്കിൽ കുത്തി പറയിപ്പിക്കും. അത് എൻ്റെ ഒരു ഹാപ്പിനെസ്സാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇടയ്ക്ക് ഇതുപോലെ പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്യണം. ക്യാൻവാസ് തന്നെ വേണമെന്നൊന്നുമില്ല. ഡ്രോയിങ് ബുക്കിലോ നോർമൽ പേപ്പറിലോ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പെയിൻറ്റുകൾ ഉപയോഗിച്ചിട്ടോ മതി. നമ്മുടെ കഴിവ് തെളിയിക്കാനൊന്നുമല്ല. ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി വരും. എല്ലാം കഴിഞ്ഞ് ഇത് ആ വാളിലങ്ങ് പ്ലേസ് ചെയ്ത് ആസ്വദിക്കുമ്പോൾ നമുക്കങ്ങ് തോന്നും, എനിക്ക് ഇത്രയും കഴിവുണ്ടായിരുന്നു എന്ന്. ആ ഒരു സെൽഫ് അപ്രിസിയേഷൻ ഇല്ലേ, അത് മതി. നമുക്ക് ഹാപ്പിനെസ് തരാൻ നമ്മൾ തന്നെ ധാരാളമാണെന്നേ.